ിരിക്കുന്ന വലിയൊരു നരകഹത്യം ഗാസയിലെ ചെറിയ മക്കള് പടഞ്ഞു പോകുന്നു. അതിനെപ്പറ്റി സാറിന്റെ കാഴ്ചപ്പാടിൽ സാർ എങ്ങനെയാണ് കാണുന്നത്? ഗസ ലോകത്ത് വല്ലാതെ വേദനിപ്പിക്കുന്നൊരു കാഴ്ചയാണ്. എല്ലാ മനുഷ്യരും ഗസയിലെ കുഞ്ഞുങ്ങളെ ഓർത്ത്, സ്ത്രീകളെ ഓർത്ത്, വൃദ്ധന്മാരെ ഓർത്ത് വല്ലാതെ വേദനിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഒരു അമ്മ പറയുന്നത് ഞാൻ കേട്ടു. അവിടെ പിറന്നാളിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല. കാരണം ഗസയിലെ കുട്ടികളുടെ ചിത്രങ്ങൾ കണ്ടിട്ട് അവർക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല, അവിടെ പിറന്നാൾ ആഘോഷിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് കേൾക്കുകയുണ്ടായി. ഗസ എന്നുള്ള പ്രദേശം ഏകദേശം 41 കിലോമീറ്റർ നീളവും 12 മുതൽ 14 കിലോമീറ്റർ മാത്രം വീതിയുമുള്ള ഏറ്റവും ചെറിയ പ്രദേശമാണ്. ആ ഏറ്റവും ചെറിയ പ്രദേശത്താണ് ഇസ്രായേൽ എന്നുള്ള രാജ്യം നെതന്യാഹു എന്ന് പറയുന്ന ലോകത്ത് ഇന്ന് കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭീകരവാദി, തീവ്രവാദി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഈ ഒക്ടോബർ വരെ 60,000 മനുഷ്യരാണ് പിടഞ്ഞു വീണത്. സർ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്നുകൂടി കൂടിച്ചേർക്കട്ടെ. ഈ ഇത്രയും ചെറിയ രാജ്യമായിട്ട് പോലും ഈ നെതന്യാഹുവിന്റെ സൈന്യത്തിന് എന്തുകൊണ്ടാണ് ഈ ഗാസയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല? ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഗസ എല്ലായിടത്തും പ്രതിരോധത്തിലാണ്. അവിടെ യാത്ര നിഷേധിക്കപ്പെട്ട ആളുകളുണ്ട്, ഭക്ഷണം നിഷേധിക്കപ്പെട്ടു, അവരുടെ ജീവിതം എല്ലാ തരത്തിലും വലിയ പ്രയാസത്തിലാണ്. ഇത്രയൊക്കെ ബോംബുകൾ വർഷിക്കുകയൊക്കെ ചെയ്തിട്ടും, ഇത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഗസ എന്തുകൊണ്ട് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഗസയിലെ മനുഷ്യരുടെ വിശ്വാസമുണ്ട്. അതൊരു മെറ്റീരിയലായിട്ടുള്ളൊരു വിശ്വാസമല്ല, ഒരു സ്പിരിച്വാലിറ്റിയാണ്. നമുക്കൊന്നും ആ ഒരു സ്പിരിച്വാലിറ്റി കിട്ടുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ മനുഷ്യരുടെ സ്പിരിച്വാലിറ്റിയാണ്, അവരുടെ വിശ്വാസമാണ് അവരിങ്ങനെ പിടിച്ചു നിർത്തുന്നത്. അല്ലെങ്കിൽ 60,000 മനുഷ്യരുടെ ജീവിതം അവസാനിച്ചപ്പോൾ, മയ്യത്ത് കാണുമ്പോൾ എല്ലാ ആളുകളും അവിടുന്ന് മാറേണ്ടതാണ്. പക്ഷെ എന്നിട്ടും ഇപ്പോഴും ഇസ്രായേലിനെതിരെ പോരാടുന്ന ഒരുപറ്റം ആളുകളെ, ചെറുപ്പക്കാരെ, കുട്ടികളെ, വൃദ്ധന്മാരെ, സ്ത്രീകളെ നമുക്കവിടെ കാണാൻ സാധിക്കും.